വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയും ഡാൻസും ഹീലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കുറച്ച് കമൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു, ചേച്ചിയുടെ സ്കിൻ കെയർ ചെയ്യാവോ, നൈറ്റ് കെയർ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. നൈറ്റ് കെയർ റൂട്ടീൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊരു റൂട്ടീനൊന്നും സ്കിൻ കെയറിനൊന്നും ഉള്ള ഒരാളല്ലെങ്കിലും അത്യാവശ്യം സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് നന്നായി ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് നാൾ അങ്ങനെ ഭയങ്കര ഒരു റൂട്ടീനൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വൈ സ്കിൻ കെയർ ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ, പണ്ടൊന്നും ആരും ഇത്രയും ഭയങ്കര കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ എല്ലാവരും കെയർ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് ജന്മനാൽ കിട്ടിയ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനെ ലവ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ സ്കിന്നിനെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലേ. ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഹാംഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും വളരുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അതിപ്പോൾ വൈറ്റ് ആവുക ഫെയർ ആവുക എന്നുള്ളതല്ല, നമ്മുടെ സ്കിൻ ടോണിനെ നമ്മൾ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ സ്കിന്നിന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ കെമിക്കൽസ് ഒന്നും എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവത്തില്ല. എന്തെങ്കിലും ഞാനൊന്ന് വേറെ ട്രൈ ചെയ്താൽ എനിക്ക് അപ്പോഴേ എന്തെങ്കിലും ആക്നെ മാർക്സ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം കാരണം എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ആയുർവേദിക് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും കൂടുതൽ എനിക്ക് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് എസെൻഷ്യൽസ് എന്ന് പറയും. അതൊരു ആയുർവേദിക് ബ്രാൻഡാണ്. അവരുടെ സംസാര മിറാക്കുലസ് ഗ്ലോ ബൂസ്റ്റർ എന്ന് പറയുന്ന ഈ സീറമും, പിന്നെ സൗന്ദര്യ റേഡിയൻസ് ഡേ ക്രീം വിത്ത് 24 കാരറ്റ് ഗോൾഡ് ആൻഡ് SPF 30 പിന്നെ ഇതവരുടെ ഡേ ക്രീമാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് സൗന്ദര്യ നൈറ്റ് ക്രീം വിത്ത് 24 കാരറ്റ് ഗോൾഡ്, ഇത് നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എൻ്റെ സ്കിന്നിന് എനിക്കിപ്പോൾ വളരെ നല്ലൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ചോദിച്ചവർക്ക് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇതാണ് സംസാര മിറാക്കുലസ് ഗ്ലോ ബൂസ്റ്റർ സീറം എന്ന് പറയുന്ന ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ. എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ആക്ച്വലി എനിക്ക് ഇവരുടെ പാക്കിംഗ്, എല്ലാ പ്രോഡക്റ്റിൻ്റെയും പാക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ആ ഒരു സീറം എന്ന് പറയുന്നത്. ഈ ഒരു സീറം എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് എടുക്കാറുള്ളൂ. ഞാൻ ഡേയും നൈറ്റും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് ആക്ച്വലി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ സ്കിന്നിന്. മിറാക്കുലസ് ഗ്ലോ ബൂസ്റ്റർ എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം കുറച്ച് മതി, ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ ആ ഒരു ഗ്ലോ അറിയാൻ പറ്റും. അത് ഈ 3 പ്രോഡക്റ്റും കേട്ടോ. അതിപ്പോൾ രാത്രിയിലത്തെ പ്രോഡക്റ്റ് ആണെങ്കിലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോ അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഞാൻ ഫേസ് മാത്രമേ ഇട്ടുള്ളൂ. ഫേസിൻ്റെയും കഴുത്തിൻ്റെയും വ്യത്യാസം കണ്ടോ. കഴുത്തിൽ ഒന്നുമില്ല, ബട്ട് ഫേസ് ഇങ്ങനെ ഗ്ലോ ആവും. അത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ രാവിലെയൊക്കെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ സീറം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ജസ്റ്റ് സൺസ്ക്രീനും ഇട്ടിട്ട് എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു പൊട്ടും ലിപ്സ്റ്റിക്കും അത്ര ഇട്ടിട്ടാണ് ഞാൻ സാധാരണ പുറത്തൊക്കെ പോകുന്നത്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ സൗന്ദര്യ റേഡിയൻസ് ഡേ ക്രീം. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കാണിക്കാം. ഈ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര മണമാണ്. അത് സ്മെല്ല് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഭയങ്കര അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഒരു കുറച്ച് പ്രോഡക്റ്റ് മതി. ഇത് ആകെ ഞാൻ ഈ കയ്യിൽ എടുക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത്രയും മതി. ഇത്രയും പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഒരു പൊടി പോലും എക്സ്ട്രാ നമുക്ക് ആവശ്യമില്ല. ഫുൾ കവർ ചെയ്യേണ്ട, ഫുള്ളായിട്ട് ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. അത് ഇത്രേൻ്റെ ആവശ്യമുള്ളൂ പ്രോഡക്റ്റ്. നെക്കിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ, ഞാൻ എടുക്കണേ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഈ പ്രോഡക്റ്റ് ആവശ്യമില്ല.
ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്ര ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. ആ ഒരു ഡ്രോപ്പ് പ്രോഡക്റ്റിൻ്റെ ഗ്ലോ ആണ് ഈ കാണുന്നത്. എക്സലൻറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ, വെറുതെ പറയല്ല, അത്രയും മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് നമുക്ക് മേ ബി ഒരു 6 months ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ ജസ്റ്റ് ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതാണ് അവരുടെ നൈറ്റ് ക്രീം. നൈറ്റ് ക്രീം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സീരം ഇൻഫ്യൂസ്ഡ് ആണ് ഈ നൈറ്റ് ക്രീമിനകത്ത്. അപ്പം ഇതിനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് സീരം ഇൻ ദിസ് ക്രീം ക്യാൻ ബി സീൻ ഓൺ ദ സർഫസ് ഫോർ ഇറ്റ്സ് ഹൈ പെർഫോമൻസ് ബെനിഫിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തൊരു ആപ്ലിക്കേറ്റർ ഉണ്ട്. ഈ ആപ്ലിക്കേറ്റർ എന്ന് വെച്ചാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും അല്ല, ഇതൊരു മെറ്റലാണ്. എപ്പോഴും എനിക്ക് ഇവരുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബ്യൂട്ടിഫുൾ പാക്കിംഗ് ആണ് ഇവരുടെ എല്ലാ പ്രോഡക്ട്സും, എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവരുടെ ഈ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിൻ്റെ എല്ലാം എക്സ്ട്രീംലി രസമായിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. അപ്പം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സീരം ഉണ്ട്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പ്രോഡക്റ്റിനെ നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന്, കാരണം ആ സീരം സൈഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ആപ്ലിക്കേറ്റർ വെച്ചിട്ട്. എന്നിട്ട് ഇതും ഒരു വളരെ കുറച്ച് മതി. ഞാൻ വളരെ കുറച്ചേ എടുക്കാറുള്ളൂ. ഞാൻ ഈ ആപ്ലിക്കേറ്ററിൽ പറ്റിയിരിക്കുന്ന കുറച്ച് സംഭവം മാത്രമേ എനിക്ക് ആവശ്യം വരാറുള്ളൂ. അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട്, നെക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഏത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഫേസിന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നെക്കിനെയും കെയർ എടുക്കണം. കാരണം ഫേസും നെക്കും അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രേ ആവശ്യം വരാറുള്ളൂ. ഇനി ഇതിന് നന്നായിട്ട് ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നെക്കിലേക്ക് ഞാൻ അതുപോലെ തന്നെ നെക്ക് ഞാൻ ഈ ശരിക്കും കെയർ കൊടുക്കാറുണ്ട്. അങ്ങനെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നെക്കിന് ആവശ്യമുള്ള പ്രോഡക്റ്റ് കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും കെമിക്കൽസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും ചേരുന്നില്ല. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആണ്, കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, രാത്രി ആകുമ്പോഴും നമ്മൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഗ്ലോ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലോ ആണ് ഫേസിന്. പിന്നെ ഭയങ്കര നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നല്ല രസമാണ് നമുക്ക്. പിന്നെ എന്ന് വെച്ചാൽ സ്റ്റിക്കി ആണോ എന്ന് തോന്നും, ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഓ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ട്. അല്ല, കുറച്ച് നേരം കഴിയുമ്പോൾ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ആ രീതിയിൽ അതങ്ങ് നന്നായിട്ടങ്ങ് അബ്സോർബ് ആവും. ജസ്റ്റ് ഗ്ലോ മാത്രമേ കാണത്തുള്ളൂ. പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റിക്കിനെസ്സോ അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ഐ ജസ്റ്റ് ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതൊന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സ്പെഷ്യലി ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് കുറച്ച് പേര് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് എനിക്കിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. പ്യുവർ ആയുർവേദ ആയതുകൊണ്ടും പിന്നെ പ്യുവർ ഓർഗാനിക് ആയതുകൊണ്ടും തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളും ഇല്ല ഇതിനകത്ത്. കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്തട്ടെ. മറ്റേതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.